വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറുപയർ കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കുക്കറിലേക്ക് 1 കപ്പ് കഴുകി വെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഏകദേശം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി, 1 സവാള ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ഒരു 2 ഉണക്കമുളകും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് ഓഫ് ചെയ്ത് വെക്കാം നമുക്കിനി. ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് തേങ്ങ മാത്രമേ അരച്ച് എടുത്തിട്ടുള്ളൂ. അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുക്കർ ഓഫ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിച്ചതിലേക്ക് നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ ആയാലും അപ്പത്തിൻ്റെ കൂടെ ആയാലും ദോശക്കായാലും രാവിലെ പുട്ടിനായാലും ഭയങ്കര കോമ്പിനേഷനാണിത്. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറിയാണിത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.